വെൽക്കം ബാക്ക്. പ്ലസ് 1 കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോൾ കൺസെപ്റ്റ് പഠിച്ചു. അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ്, അതുപോലെ മോൾ കൺസെപ്റ്റ്. എന്താണ് മോൾ കൺസെപ്റ്റ്? What is mole? It represents amount of substance. It is the amount of any substance that contains same number of particles as in 12 gram C12. 12 gram കാർബൺ 12 എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും ആറ്റംസ് ഉള്ള ഏതൊരു വസ്തുവിൻ്റെയും എമൗണ്ട് ആണ് 1 മോൾ. ദെൻ 12 ഗ്രാം കാർബൺ 12 എത്ര ആറ്റംസ് ഉണ്ട്? 12 ഗ്രാം എന്ന് പറയുന്നത് അറ്റോമിക് മാസാണ് കാർബണിൻ്റെ. സോ ഇറ്റ് കണ്ടെയ്ൻസ് 6.022 into 10 raised to 23 atoms. So 1 mole of any substance contains 6.022 into 10 raised to 23 particles. Particle may be atom, molecule or ion, and that is called Avogadro number, Na. That is 1 mole. 3 particles ആണ് 1 mole എന്ന് പറയാം. Then what about the mass of 1 mole of particles? ഈ 1 മോളിൻ്റെ മാസ് എന്താണ്? 1 മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും പാർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു. ഇത്രയും പാർട്ടിക്കിൾസിൻ്റെ മാസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് കോൾഡ് മോളാർ മാസ്. മാസ് ഓഫ് 1 mole of substance is called molar mass. Mass of 1 mole of substance is called molar mass. That is a mass of Avogadro number of particles. So molar mass is mass of Avogadro number of particles. അല്ലെങ്കിൽ 6.022 into 10 raised to 23 പാർട്ടിക്കിൾസിൻ്റെ മാസ്സാണ് മോളാർ മാസ്. ദാറ്റ് ഈസ് മാസ് ഓഫ് 1 മോൾ. ഇനി പാർട്ടിക്കിൾ മേ ബി ആറ്റം, മോളിക്യൂൾ ഓർ അയോൺ. പാർട്ടിക്കിൾസ് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയോൺ ആവാം. സപ്പോസ് വി ടേക്ക് 1 മോൾ ഓഫ് ആറ്റം, ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് മോളാർ മാസ്? നമ്മളെടുക്കുന്ന 1 മോൾ ആറ്റം ആണെങ്കിൽ അതിൻ്റെ മോളാർ മാസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് കോൾഡ് അറ്റോമിക് മാസ്. മാസ് ഓഫ് 1 മോൾ ആറ്റം, ദാറ്റ് ഈസ് കോൾഡ് അറ്റോമിക് മാസ്. ഇനി നമ്മളെടുക്കുന്നത് 1 മോൾ മോളിക്യൂൾ ആണെങ്കിലോ? നമ്മളെടുക്കുന്ന പാർട്ടിക്കിൾ മോളിക്യൂൾ ആണെങ്കിൽ മാസ് ഓഫ് 1 മോൾ മോളിക്യൂൾ, then the mass is a molecular mass. Mass of 1 mole molecule is called molecular mass. ഇനി 1 മോൾ ഫോർമുല യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ മാസിന് ഫോർമുല മാസ് എന്ന് പറയും. 1 മോൾ ഫോർമുല യൂണിറ്റ്. ഫോർമുല യൂണിറ്റിനെ FU എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ 1 മോൾ ഫോർമുല യൂണിറ്റ് മാസ്. 1 മോൾ ഫോർമുല യൂണിറ്റിൻ്റെ മാസിന് എന്ത് പറയും? ഫോർമുല മാസ് എന്ന് പറയും. സോ 1 മോളിൻ്റെ മാസിന് നമ്മൾ എന്ത് പറയും? മോളാർ മാസ്. ദാറ്റ് ഈസ് എ മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾ ആറ്റം ആണെങ്കിൽ ദി മാസ് ഈസ് കോൾഡ് അറ്റോമിക് മാസ്. ആൻഡ് ഇഫ് ദി പാർട്ടിക്കിൾ ഈസ് മോളിക്യൂൾ ഇറ്റ് ഈസ് കോൾഡ് മോളിക്കുലാർ മാസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ ഫോർമുല യൂണിറ്റ്, ഇഫ് ദി പാർട്ടിക്കിൾസ് ആർ അയോൺസ്, then the mass is called formula mass. Okay, that is about molar mass. ഇനി gaseous particles-ൻ്റെ കേസിൽ അതിൻ്റെ വോളിയം. What is the volume of 1 mole of gas at STP? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 1 mole ഗ്യാസിൻ്റെ വോളിയം അറ്റ് STP, that is a molar volume. Volume of 1 mole gas at STP is called the molar volume. 1 മോൾ ഗ്യാസ് ഏത് ഗ്യാസ് ആയിരുന്നാലും 1 മോൾ ഗ്യാസിൻ്റെ വോളിയത്തിന് മോളാർ വോളിയം എന്ന് പറയും. വാട്ട് ഈസ് മോളാർ വോളിയം? 22.4 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 22,400 മില്ലി ലിറ്റേഴ്സ്. ദാറ്റ് ഈസ് മോളാർ വോളിയം. 1 മോൾ ഗ്യാസിൻ്റെ വോളിയമാണ് മോളാർ വോളിയം. That is 22.4 liters and അല്ലെങ്കിൽ 22,400 milliliters. So 1 mole can be related with the number of particles, mass of particles and volume of particles. Now we can study about the relationship between
1 mole with the mass, volume, number of particles. Suppose we take 1 mole of substance. A gaseous substance ആണെന്ന് വിചാരിക്കുക 1 mole. 1 മോളിൻ്റെ മാസിൻ്റെ റിലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മാസ് ഓഫ് 1 മോൾ ആറ്റം. 1 മോൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആറ്റമാണ്. അതിൻ്റെ മാസ് എന്താണ്? അറ്റോമിക് മാസ്. ഗ്രാമിൽ GAM എന്ന് പറയും. മാസ് ഓഫ് 1 മോൾ ആറ്റം. ഇനി 1 മോൾ മോളിക്യൂളാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മാസ് എന്താണ്? മോളിക്കുലാർ മാസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് 1 മോൾ മോളിക്യൂളിൻ്റെ മാസ് മോളിക്കുലാർ മാസ്. ഇനി 1 മോൾ ഫോർമുല യൂണിറ്റിൻ്റെ മാസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫോർമുല മാസ്. നെക്സ്റ്റ് വോളിയം. 1 മോൾ ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ വോളിയം STPയിലുള്ള അതിൻ്റെ വോളിയം എന്താണ്? മോളാർ വോളിയം 22.4 liters. ദെൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. 1 മോൾ പാർട്ടിക്കിൾ ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയോൺ ആവാം. അപ്പോൾ 1 മോൾ ആറ്റം ആണെങ്കിൽ അതിലെത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും? 6.022 × 10⁻23 ആറ്റംസ്. 1 mole atom contains 6.022 × 10⁻23 atoms. 1 mole molecule contains how many molecules? 1 mole molecule എന്ന് പറഞ്ഞാൽ that contains Avogadro number of molecules. Then 1 mole formula unit. 1 mole ionic solid contains how many formula units? 6.022 × 10⁻23 formula units. അല്ലെങ്കിൽ Avogadro number of formula units. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇനി മോൾ കൺസെപ്റ്റ് ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മാസും അതുപോലെ ഒരു ഗിവൺ മാസിൽ എത്ര മോൾസ് ഉണ്ട്, ഒരു ഗിവൺ വോളിയത്തിൽ എത്ര മോൾസ് ഉണ്ട്, അതുപോലെ ഒരു ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ എത്ര മോൾ പാർട്ടിക്കിൾസ് ഉണ്ട്, ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ഇൻ എ ഗിവൺ മാസ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഗിവൺ മാസിൽ എത്ര മോൾസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 24 ഗ്രാം കാർബണിൽ എത്ര മോൾസ് ഉണ്ടാവും? നമുക്കറിയാം 12 ഗ്രാം കാർബണിൽ 1 മോളാണ്, അല്ലെങ്കിൽ 12 ഗ്രാം കാർബൺ എന്ന് പറയുന്നത് 1 മോളാണ്. അപ്പോൾ 24 ഗ്രാം കാർബൺ എത്രയാണ്? 24/12 അല്ലേ? 2 മോൾസ്. 12ൻ്റെ ഇരട്ടിയാണ് 24, അപ്പോൾ 2 മോൾസ് കിട്ടും. എങ്ങനെയാണ് 2 കിട്ടിയത്? ആ ടോട്ടൽ മാസിനെ അല്ലെങ്കിൽ ഗിവൺ മാസിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 2 കിട്ടിയത്. സോ 24 ഗ്രാം കാർബൺ കണ്ടെയ്ൻസ് 2 മോൾ കാർബൺ. അപ്പോൾ ഏത് മാസ് തന്നിരുന്നാലും ഇതെങ്ങനെയാണ് കിട്ടുക? 12 ഗ്രാം കാർബൺ കണ്ടെയ്ൻസ് 1 മോൾ അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ്. ഇതിനകത്ത് 6.022 × 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ട്. 12 ഗ്രാം കാർബണിൻ്റെ എമൗണ്ട് 1 മോളാണ്. അപ്പോൾ 24 ഗ്രാം കാർബണിൽ എത്രയുണ്ടെന്ന് എങ്ങനെയാണ് കിട്ടുക? 24/12. അതായത് ഗിവൺ മാസിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. കാരണം അറ്റോമിക് മാസ് പറയുന്നതാണ് 1 മോള്. അപ്പം തന്നിരിക്കുന്ന എമൗണ്ടിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ജനറലായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ആറ്റം തന്നെ ആവണമെന്നില്ല, മോളിക്യൂളും ആവാം. മോളാർ മാസ്. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ എത്ര എമൗണ്ട് തന്നിരുന്നാലും അതിനകത്ത് എത്ര മോൾസ് ഉണ്ടെന്ന് കാണാൻ ഗിവൺ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നു നോക്കിയാൽ ഗിവൺ മാസ് 24 ആണ്. 24 മോളാർ മാസ് ഇസ് 12. അങ്ങനെയാണ് 2 കിട്ടിയത്. അപ്പോൾ ഏത് എമൗണ്ടും തന്നിരുന്നാലും അതിനകത്ത് എത്ര മോൾസ് ഉണ്ടെന്ന് കാണാൻ ഗിവൺ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? വോളിയം തരുന്നു, ഒരു ഗിവൺ വോളിയം. അതായത് നമുക്ക് 44.8 ലിറ്റർ നൈട്രജൻ തരുന്നു, നൈട്രജൻ ഗ്യാസ് അറ്റ് STPയിൽ 44.8 ലിറ്റർ നൈട്രജൻ ഗ്യാസ് തരുന്നു. വാട്ട് ഈസ് ഇറ്റ്സ് നമ്പർ ഓഫ് മോൾസ്? അതിലെത്ര മോൾസ് ഉണ്ടെന്ന് എങ്ങനെ കിട്ടും? നമുക്കറിയാം 1 മോളിൻ്റെ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ. 1 മോളിൻ്റെ വോളിയം 22.4 ലിറ്ററാണ്. അല്ലെങ്കിൽ 22.4 ലിറ്റർ നൈട്രജൻ എടുത്താൽ അത് എത്രയാണ്? 1 മോളാണ്. അപ്പോൾ 44.8 ലിറ്റർ എത്രയായിരിക്കും? ഇതിൻ്റെ ഇരട്ടിയാണ് 44.8. സോ 44.8 ലിറ്റർ കണ്ടെയ്ൻസ് 2 മോൾ ഓഫ് നൈട്രജൻ ഗ്യാസ്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയത്? 1 മോളിൻ്റെ വോളിയം 22.4 ആണ്. അപ്പോൾ എത്ര മോള് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
ഗിവൺ വോളിയത്തിനെ മോളാർ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ അനദർ ജനറൽ റിലേഷൻഷിപ്പ് ഈസ് number of moles is in a given volume is equal to given volume divided by molar volume. Number of moles is equal to given volume divided by molar volume. Equations are very important. Number of moles in a given mass, that is equal to given mass by molar mass. അതുപോലെ ഒരു തന്നിരിക്കുന്ന വോളിയത്തിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കാണാൻ ഗിവൺ വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ഗിവൺ വോളിയം 44.8 ആണ്, മോളാർ വോളിയം 22.4. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 44.8 ഡിവൈഡ് ബൈ 22.4 എന്ത് വരും? 2 വരും. അങ്ങനെയാണ് 2 മോൾ വരിക. ദെൻ അതുപോലെ വേറൊരു റിലേഷൻഷിപ്പ്, നമുക്കൊരു നമ്പർ തരുന്നു, കുറച്ച് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം തരുന്നു, അത് എത്ര മോളാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇതുപോലെ പറയുകയാണെങ്കിൽ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അത് എത്ര മോളാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ നമ്പർ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറാണ്. അപ്പോൾ ഗിവൺ നമ്പറിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് എത്ര മോളാണെന്നുള്ളത് കിട്ടും. സോ അനദർ റിലേഷൻഷിപ്പ് ഈസ് നമ്പർ ഓഫ് മോൾസ്. മൂന്നാമത്തെ റിലേഷൻഷിപ്പ് പറയാം, നമ്പർ ഓഫ് മോൾസ് equal to in a given number divided by Na, Avogadro number. That is the third relation. ഒരു given number എത്ര മോൾസ് ആണെന്ന് കാണാൻ അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു given മാസ് എത്ര മോളാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? given mass by molar mass. അതുപോലെ ഒരു given വോളിയം എത്ര നമ്പർ ഓഫ് മോൾസ് ആണെന്ന് എങ്ങനെയാണ് കിട്ടുക? given വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം. So these 3 relationships are important. ഇത് എഴുതി വെക്കണം. ഈ 3 റിലേഷൻഷിപ്പും നമ്പർ ഓഫ് മോൾസ് ഇൻ എ ഗിവൺ മാസ് ഈസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഇൻ എ ഗിവൺ വോളിയം ഈസ് ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഇൻ എ ഗിവൺ നമ്പർ ഈസ് ഗിവൺ നമ്പർ ബൈ അവഗാഡ്രോ നമ്പർ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ആറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ്, അതുപോലെ മോൾ കൺസെപ്റ്റ്, ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. First question, calculate the mass of one C12 atom. ഒരു C12 ആറ്റത്തിൻ്റെ മാത്രം മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ഗ്രാം അല്ലേ? 12 ഗ്രാമാണ് കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അത് എത്ര കാർബൺ ആറ്റത്തിൻ്റെ മാസ്സാണ് 12 ഗ്രാം? ദാറ്റ് ഈസ് എ മാസ് ഓഫ് 6.022 into 10⁻23 കാർബൺ ആറ്റംസ്. അവഗാഡ്രോ നമ്പർ കാർബൺ ആറ്റത്തിൻ്റെ മാസ്സാണ് 12 ഗ്രാം. ഏത് ആറ്റത്തിൻ്റെയും മാസ് എന്ന് പറഞ്ഞാൽ അത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ മാസ്സാണ്. സോ മാസ് ഓഫ് 6.022 into 10⁻23 കാർബൺ ആറ്റം ഈസ് 12 ഗ്രാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് എത്രയായിരിക്കും? ഇത്രയും കാർബൺ ആറ്റത്തിൻ്റെ മാസ്സാണ് 12 ഗ്രാം. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് എങ്ങനെ കിട്ടും? 12 ഡിവൈഡ് ബൈ 6.022 into 10⁻23. ഇത്രയും കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 ഗ്രാം ആണ്. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് കാണാൻ എന്ത് ചെയ്യണം? ആ മാസിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12 ഡിവൈഡ് ബൈ 6.022 into 10⁻23. അത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക 1.9926 into 10⁻⁻23 ഗ്രാം. ഇങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിപ്പോൾ കാർബൺ ആറ്റം ആയതുകൊണ്ട് നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഏത് ആറ്റം ആയിരുന്നാലും അതിൻ്റെ അറ്റോമിക് മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജനറലായിട്ട് അങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതാം. മാസ് ഓഫ് 1 ആറ്റം ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ബൈ അവഗാഡ്രോ നമ്പർ. ഓക്കെ, ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ. ഒരു H2O മോളിക്യൂളിൻ്റെ മാസ്. നമ്മളിപ്പോൾ കണ്ടത് ഒരു ആറ്റത്തിൻ്റെ മാസ്സാണ്. ഇനി ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് എന്തായിരിക്കും? എന്താണ് നമുക്കറിയാവുന്ന റിലേഷൻ? എന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസിൻ്റെ മാസ് എത്രയാണ്? ദാറ്റ് ഈസ് മോളിക്കുലാർ മാസ്. വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് 18 ഗ്രാം ആണ്. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി വരുമ്പോൾ 2 + 16 18 ഗ്രാം ആണ് മോളിക്കുലാർ മാസ് വരിക. അപ്പോൾ 18 ഗ്രാം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? 6.022 into 10⁻23 വാട്ടർ മോളിക്യൂൾസിൻ്റെ മാസ്സാണ് 18 ഗ്രാം. ഓക്കെ, മോളിക്കുലാർ മാസ് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ മാസ്സാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ മാസ്സാണ് വേണ്ടത്.
6.022 into 10 raised to 23 മോളിക്യൂൾസിൻ്റെ മാസ് 18 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ മാസ് എന്ത് വരും? 18/6.022 into 10 raised to 23, അല്ലെങ്കിൽ 18/6.022 into 10 raised to 23 ആണ് ഒരു മോളിക്യൂളിൻ്റെ മാസ്. അത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക 2.989 into 10 raised to -23 ഗ്രാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ആറ്റത്തിൻ്റെ മാസ് കാണാൻ അറ്റോമിക് മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മോളിക്യൂളിൻ്റെ മാസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മോളിക്കുലാർ മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ നമുക്കൊരു ജനറൽ എക്സ്പ്രഷൻ വേണമെങ്കിൽ പറയാം. മാസ് ഓഫ് വൺ മോളിക്യൂൾ ഇസ് മോളിക്കുലാർ മാസ് ബൈ അവഗാഡ്രോ നമ്പർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ആൻഡ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 25 ഗ്രാം കാർബൺ. 25 ഗ്രാം കാർബണിൽ എത്ര മോൾസ് ഉണ്ട്, എത്ര ആറ്റംസ് ഉണ്ട്? അപ്പോൾ ആദ്യം അതിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കാണാം. ഒരു ഗിവൺ മാസ് തന്നാൽ അതിൽ എത്ര മോൾസ് ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഗിവൺ മാസിനെ മൊളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ കാർബൺ ആറ്റമാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഗിവൺ മാസിനെ ഏത് മാസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? അറ്റോമിക് മാസ്. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്. ഗിവൺ മാസ് എത്രയാണ്? 25 ഗ്രാം. സോ 25 ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഇസ് 12. സോ 25/12 ഇസ് ഈക്വൽ ടു 2.0833 മോൾസ്. ഇതാണ് നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഗിവൺ മാസിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത് ആറ്റം ആയതുകൊണ്ടാണ് അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി മോളിക്യൂളിനെയാണെന്നുള്ളതെങ്കിൽ മോളിക്യൂൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. അതായത് ഇത്രയും മോൾസിൽ എത്ര ആറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ 25 ഗ്രാം കാർബണിൽ ഇത്രയും മോൾസ് ഉണ്ട്, അതിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? 1 മോളിൽ എത്ര ആറ്റംസ് ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ? 1 മോൾ കണ്ടെയ്ൻ 6.022 into 10 raised to 23 ആറ്റംസ്. അങ്ങനെയാകുമ്പോൾ ഇത്രയും മോൾസിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? 2.0833 into അവഗാഡ്രോ നമ്പർ. 1 മോളിൽ അവഗാഡ്രോ നമ്പർ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും മോൾസിൽ എത്ര ആറ്റം ഉണ്ടാവും? അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ദി ആൻസർ ഈസ് 12.5458 into 10 raised to 23. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ 1 പോയിൻ്റ് ഇട്ടാണ് സയൻറ്റിഫിക് നൊട്ടേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡിജിറ്റിന് ശേഷം പോയിൻ്റ് ഇടുക. അപ്പോൾ ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 പോയിൻ്റ് ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റുക എന്ന് വെച്ചാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ 10 raised to പവർ ഒന്നുകൂടി കൂട്ടുക. സോ 1.25458 into 10 raised to 24. ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, ഇത് 3 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. മാസ് ഓഫ് 1 ആറ്റം, മാസ് ഓഫ് 1 മോളിക്യൂൾ, അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഇൻ എ ഗിവൺ മാസ്, അതിൽ നിന്നും ആറ്റംസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 20 ഗ്രാം ഓഫ് സോഡിയം കാർബണേറ്റ്, Na2CO3 സോഡിയം കാർബണേറ്റ്. അപ്പോൾ 20 ഗ്രാം സോഡിയം കാർബണേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? സോഡിയം കാർബണേറ്റിൻ്റെ മോളിക്കുലാർ മാസ് കാണുക. Na2CO3യുടെ മോളിക്കുലാർ മാസ്. എങ്ങനെയാണ് Na2CO3യുടെ മോളിക്കുലാർ മാസ് വരിക? സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23 into 2 + 12 + 3 into ഓക്സിജൻ്റേത് അറ്റോമിക് മാസ് 16. ഇത് ആഡ് ചെയ്താൽ 106 കിട്ടും. മോളിക്കുലാർ മാസ് ഓഫ് സോഡിയം കാർബണേറ്റ് ഈസ് 106. അപ്പം മോളിക്കുലാർ മാസ് 106 ആണ്. ഇനി 20 ഗ്രാം സോഡിയം കാർബണേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ട്? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം ഏത് എമൗണ്ട് തന്നാലും അത് എത്ര മോൾസ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ മോൾസിൽ നമുക്ക് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്യിക്കാൻ അറിയാം. അപ്പോൾ ആദ്യം ഇത് എത്ര മോൾസ് ആണെന്ന് കണ്ടുപിടിക്കുക. എത്രയാണ്? 20 ഗ്രാം ആണ്. മോളിക്കുലാർ മാസ് 106. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 20/106. ഇത്രയും മോൾസ് ആണ്. ഇത് ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് 20/106. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി 20/106. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ എന്ത് ചെയ്യണം? 1 മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയും മോൾസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 20/106 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അത്രയും മോളിക്യൂൾസാണ് ഈ 20 ഗ്രാമിൽ ഉണ്ടാവുക.
മനസ്സിലായില്ലേ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ അതിനെ നമ്പർ ഓഫ് മോൾസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെയാണ് കിട്ടുക? ഇത്രയും മോളിക്യൂൾസ് ആണുള്ളത്. ഇനി നമുക്കറിയാം ഒരു സോഡിയം കാർബണേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2 സോഡിയവും 1 കാർബണും 3 ഓക്സിജനും. അപ്പോൾ 6 ആറ്റംസ് ഉണ്ട് അല്ലേ? ഒരു സോഡിയം കാർബണേറ്റിൽ 6 ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സോഡിയം കാർബണേറ്റ് മോളിക്യൂൾസ് ആണുള്ളത്. അതിൽ ഒരെണ്ണത്തിൽ 6 ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സോഡിയം കാർബണേറ്റ് മോളിക്യൂളിൽ മൊത്തം എത്ര ആറ്റംസ് ഉണ്ടാവും? ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയും മോളിക്യൂൾസ് ആണുള്ളത്. അതിൽ ഒരെണ്ണത്തിൽ 6 ആറ്റംസ് ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര ആറ്റം ഉണ്ടെന്ന് കാണാൻ എന്ത് ചെയ്യണം? മോളിക്യൂൾസിൻ്റെ എണ്ണത്തിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഇൻറ്റു 6. അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദി ആൻസർ ഈസ് 6.817 ഇൻറ്റു 10⁻23. 6.817 ഇൻറ്റു 10⁻23 ആറ്റംസ്. ഇത്രയും ആറ്റംസ് ആണ് ഉണ്ടാവുക. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 50 gram കാൽസ്യം കാർബണേറ്റ്? 50 gram കാൽസ്യം കാർബണേറ്റിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം അതിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കാണുക, പിന്നെ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കാണുക, പിന്നെ അതിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് കാണുക. എങ്ങനെയാണ് ഓക്സിജൻ ആറ്റത്തിനെ എണ്ണം കാണുക? ഒരു കാൽസ്യം കാർബണേറ്റിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 3 ഓക്സിജൻ ആറ്റം. അപ്പോൾ ആദ്യം മോൾസ് കാണുക, പിന്നെ മോളിക്യൂൾസ് കാണുക. ഇനി ഒരു മോളിക്യൂൾ കാൽസ്യം കാർബണേറ്റിൽ 3 ആറ്റംസ് ഉണ്ട്, 3 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ കിട്ടിയിരിക്കുന്ന മോളിക്യൂൾസിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജൻ ആറ്റത്തിന് എണ്ണം കിട്ടും. നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് 50 gram ആണുള്ളത്. ഗിവൺ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. കാൽസ്യം കാർബണേറ്റിന് മോളിക്കുലാർ മാസ് 100 ആണ്. അങ്ങനെ കിട്ടിയത് കാൽസ്യത്തിൻ്റെ ആറ്റോമിക് മാസ് 40 + 12 + 16 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 കിട്ടും. മോളിക്കുലാർ മാസ് 100. സോ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 50/100. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ്? ഇത്രയും മോൾസ് ആണുള്ളത്. 1 മോളിൽ അവഗാഡ്രോ നമ്പർ ഉണ്ട്. അപ്പോൾ ഇത്രയും മോളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? അത് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. സോ 50/100 × 6.022 × 10⁻23. ഇത്രയും മോളിക്യൂൾസ് ആണ്. ഇനി ചോദിച്ചിരിക്കുന്ന മൊത്തം എത്ര ആറ്റംസ് ഉണ്ടെന്നല്ല, എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട് 50 gram കാൽസ്യം കാർബണേറ്റിൽ. അപ്പോൾ നമുക്കറിയാം ഒരു കാൽസ്യം കാർബണേറ്റ് മോളിക്യൂളിൽ 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇനി മൊത്തം ഇതിൽ 50 ഗ്രാമിൽ ഇത്രയും മോളിക്യൂൾസ് ആണുള്ളത്. അപ്പോൾ ഒരു മോളിക്യൂളിൽ 3 ഓക്സിജൻ ആറ്റവും ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഈസ് 50/100 × 6.022 × 10⁻23 × 3. ഇത്രയും മോളിക്യൂൾസ് ആണുള്ളത്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു കാൽസ്യം കാർബണേറ്റിൽ 3 ഓക്സിജൻ ആറ്റംസ് ആണുള്ളത്. അതാണ് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം. സോ ദി ആൻസർ ഈസ് 9.033 × 10⁻23. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ്, മോളിക്യൂൾസ് ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 56 milliliter ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP. ഇവിടെ മോളാർ വോളിയം അല്ലെങ്കിൽ വോളിയം ഉപയോഗിച്ചുള്ള കാൽക്കുലേഷനാണ് വരിക. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണണം, മോളിക്യൂൾസ് കാണണം, ആറ്റംസ് കാണണം. ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് 56 milliliter ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഒരു ഗിവൺ വോളിയത്തിൽ എത്ര മോൾസ് ഉണ്ടെന്ന് എങ്ങനെയാണ് കാണുക? ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. ഇവിടെ മില്ലി ലിറ്ററിൽ തന്നിരിക്കുന്നുണ്ട്. മോളാർ വോളിയത്തിനെയും മില്ലി ലിറ്ററിൽ എടുക്കണം. എത്രയാണ് മോളാർ വോളിയം? 22.4 ലിറ്റർ അല്ലെങ്കിൽ 22,400 milliliters. അപ്പോൾ അത് മില്ലി ലിറ്ററിൽ എടുക്കുക. സോ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 56/22,400. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 × 10⁻³ ഓരോന്ന് സെപ്പറേറ്റ് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ പിന്നെ മോളിക്യൂൾസ് കാണാൻ എന്ത് ചെയ്യണം? അത് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ദാറ്റ് ഈസ് 1.505 × 10⁻21. ഇനി നമ്പർ ഓഫ് ആറ്റംസ്. എത്ര ആറ്റംസ് ഉണ്ടെന്ന് കാണാൻ എന്ത് ചെയ്യണം? 1 മോളിക്യൂൾ ഓഫ് CO2-ൽ 3 ആറ്റംസ് ഉണ്ട്. ഒരു കാർബണും 2 ഓക്സിജനും 3 ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? അത് ഇൻറ്റു 3. മോളിക്യൂൾസിൻ്റെ എണ്ണത്തിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4.516 × 10⁻21 atoms are present in 56 milliliter of carbon dioxide at STP. Clear അല്ലേ?
ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. Calculate number of moles in 3.01 into 10 raised to 22 molecules of CO2. ഇത്രയും CO2 മോളിക്യൂൾസിൽ എത്ര മോൾസ് ഉണ്ട്? എങ്ങനെയാണ് കിട്ടുക? ഒരു നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു ഗിവൺ നമ്പറിൽ എത്ര മോൾസ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്താണ് അതിൻ്റെ റിലേഷൻ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ബൈ അവഗാഡ്രോ നമ്പർ എന്നുള്ളൊരു റിലേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഗിവൺ നമ്പർ എത്രയാണ്? 3.01 ഇൻറ്റു 10 raised to 22 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ഈസ് 6.022 ഇൻറ്റു 10 raised to 23. ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്താൽ 0.05 എന്ന് വരും ആൻസർ. 0.05 മോൾസ്. ഇതുപോലെ ധാരാളം പ്രോബ്ലംസ്, അതായത് ഒരു ഗിവൺ എമൗണ്ടിൽ നിന്ന് എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ഈ മോൾസിലൂടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ആ റിലേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും എളുപ്പം ഗിവൺ എമൗണ്ടിനെ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിൽ നിന്നും അതിൻ്റെ മാസ് കണ്ടുപിടിക്കാം, വോളിയം കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് ആറ്റംസ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഹോംവർക്ക്സ് തരാം, അത് നിങ്ങൾ ചെയ്തു നോക്കുക. നെക്സ്റ്റ്, മാസ് പെർസെൻറ്റേജ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ മാസ്, അതിൻ്റെ നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇനി പലപ്പോഴും ഒരു കോമ്പൗണ്ടിനെ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ മാസ് പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കൊരു പുതിയ സാമ്പിൾ കിട്ടിയാൽ അതേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആ സാമ്പിളിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം, അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടണം. ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കിട്ടിയാൽ അതിൽ നിന്നാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക. അപ്പോൾ പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കോമ്പൗണ്ട് ആണെങ്കിലും അതിൻ്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാം നമുക്ക് ഈ പെർസെൻറ്റേജിൽ നിന്നും. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്താണെന്ന് പഠിക്കാം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള ഓരോ എലമെൻറ്റ്സും എത്ര പെർസെൻറ്റേജ്, ഒരു കോമ്പൗണ്ടിലുള്ള ഓരോ എലമെൻറ്റ്സും എത്ര പെർസെൻറ്റേജ് വീതമുണ്ട് എന്ന് പറയുന്നതാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ആൻ എലമെൻറ്റ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മാസ് പെർസെൻറ്റ്. മാസിലുള്ള പെർസെൻറ്റേജ് പറയുന്നതിനാണ് മാസ് പെർസെൻറ്റ് എന്ന് പറയാം. Then mass percent of an element in a compound, that is equal to mass of the element present in the compound divided by molar mass into 100. അപ്പോൾ ഏത് എലമെൻറ്റിൻ്റെയാണോ പെർസെൻറ്റേജ് കാണേണ്ടത് ആ കോമ്പൗണ്ടിൽ ആ എലമെൻറ്റിൻ്റെ മാസ് എത്രയാണ്, അതിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് മാസ് പെർസെൻറ്റ് ഓഫ് എലമെൻറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. വാട്ടർ, സിംപ്ലസ്റ്റ് കോമ്പൗണ്ട് വാട്ടർ, അതിലുള്ള എലമെൻറ്റ്സ് ഹൈഡ്രജനും ഓക്സിജനുമാണ്. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ്റെ ഈ H2Oയിലുള്ള ഹൈഡ്രജൻ്റെ ടോട്ടൽ മാസ് എത്രയാണ്? 2 ഗ്രാം. 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, അപ്പോൾ 2. മോളാർ മാസ് 18 ഇൻറ്റു 100, 11.111 വരും. ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് ശരിക്കും 1.008 ആണ്. അപ്പോൾ സാധാരണ കാൽക്കുലേഷനിൽ നമ്മൾ 1 എന്നാണ് എടുക്കുക. അപ്പോൾ കറക്റ്റ് വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും ഈ വാല്യൂവിൽ. സാധാരണ നമ്മൾ 1 എന്നുള്ള വാല്യൂ ആണ് സാധാരണ കാൽക്കുലേഷന് യൂസ് ചെയ്യുക. അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് H2Oയിൽ ഒരു ഓക്സിജൻ ആറ്റമാണുള്ളത്, അതിൻ്റെ മാസ് എത്രയാണ്? 16. മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ ഈസ് 18 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 88.89. ഇതാണ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ. അതിൻ്റെ ടോട്ടൽ വാല്യൂ 100 വരണം. പെർസെൻറ്റേജിൻ്റെ സമ്മ് കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് 100 ആയിരിക്കണം. ദാറ്റ് ഈസ് മാസ് പെർസെൻറ്റ്. അപ്പോൾ അതുപോലെ നമുക്ക് ഏത് കോമ്പൗണ്ടിലെയും ഏത് എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം യൂസിങ് ദി റിലേഷൻ മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി എലമെൻറ്റ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഇൻറ്റു 100. ദെൻ മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട്സ്. ഒരു കോമ്പൗണ്ടിനെ മാസ് പെർസെൻറ്റേജ് കിട്ടിയാൽ ഞാൻ പറഞ്ഞു ഒരു അൺനോൺ കോമ്പൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ആദ്യം അതിൻ്റെ എലമെൻറ്റ്സ് കിട്ടണം, പിന്നെ മാസ് പെർസെൻറ്റേജും കിട്ടണം.
ഇനി പെർസെൻറ്റേജിൽ നിന്നും നമുക്ക് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാം. വാട്ട് ഈസ് മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്? Molecular formula represents the correct number of atoms of each element present in a compound. ഒരു കോമ്പൗണ്ടിലുള്ള ഓരോ എലമെൻസും എത്ര ആറ്റംസ് വീതമുണ്ട് എന്ന് കറക്റ്റായിട്ട് തരുന്നതാണ് മോളിക്കുലാർ ഫോർമുല. ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മോളിക്കുലാർ ഫോർമുല. അത് ട്രൂ ഫോർമുലയാണ്, കറക്റ്റ് റേഷ്യോ ആണ്, കറക്റ്റ് നമ്പറാണ് അതിൽ കിട്ടുക. ഇനി ഈ മോളിക്കുലാർ ഫോർമുല കിട്ടുന്നത് എംപിരിക്കൽ ഫോർമുലയിൽ നിന്നാണ്. അപ്പോൾ എന്താണ് എംപിരിക്കൽ ഫോർമുല? ദാറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് റേഷ്യോ ബിറ്റ്വീൻ ദി ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദി കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള എലമെൻറ്റ്സിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അനുപാതം അല്ലെങ്കിൽ റേഷ്യോ, അതിനാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം, എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാൻ. ദാറ്റ് ഈസ് ബെൻസീൻ. ബെൻസീൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാമല്ലോ. ബെൻസീൻ എന്താണ്? C6H6. ഇതാണ് ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല. അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ നമുക്കറിയാം, ഇൻ ബെൻസീൻ മോളിക്യൂൾ ദർ ഇസ് 6 കാർബൺ ആറ്റംസ് ആൻഡ് 6 ഹൈഡ്രജൻ ആറ്റംസ്. ഇപ്പോൾ കാർബണും ഹൈഡ്രജനും 6:6 അല്ലെങ്കിൽ 1:1 എന്നുള്ള റേഷ്യോയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ C6H6 എന്ന് പറഞ്ഞാൽ അത് ട്രൂ ഫോർമുലയാണ്. അതിൽ 6 കാർബണും 6 ഹൈഡ്രജനും ഉണ്ട്. ഇനി ഇവിടെ ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും? ഇതിലുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള ഏറ്റവും ചെറിയ റേഷ്യോ അല്ലെങ്കിൽ അനുപാതം അതെന്താ വരിക? കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള റേഷ്യോ ഇവിടെ എത്രയാണ്? 1:1 എന്നുള്ള റേഷ്യോയിലാണ് കാർബണും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യുക. സോ ദി എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു CH. കാർബണും ഹൈഡ്രജനും 1:1 എന്നുള്ള റേഷ്യോയിലാണ്. ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് മോളിക്കുലാർ ഫോർമുല. ഇവിടെ മോളിക്കുലാർ ഫോർമുല വരിക്കിട്ട് എങ്ങനെയാണ്? ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ C6H6 വരും. ഇപ്പോൾ എംപിരിക്കൽ ഫോർമുലയിൽ നിന്നും മോളിക്കുലാർ ഫോർമുല കിട്ടുന്നത് അതിനെ സ്യൂട്ടബിൾ നമ്പേഴ്സ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ നമ്പർ ചിലപ്പോൾ ഈ ഇൻ്റഗ്രൽ നമ്പർ 1 ആവാം. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും സെയിം ആയിരിക്കും. സോ വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല? Empirical formula is the simplest ratio between the atoms of different elements present in a compound. That is a relative formula. അതൊരു റിലേറ്റീവ് ഫോർമുലയാണ്, റേഷ്യോയാണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോയാണ്. ആൻഡ് മോളിക്കുലാർ ഫോർമുല ഇസ് ദി ട്രൂ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. ആൻഡ് വി ഒബ്റ്റെയിൻ മോളിക്കുലാർ ഫോർമുല ഫ്രം എംപിരിക്കൽ ഫോർമുല. ഇപ്പോൾ പെർസെൻറ്റേജിൽ നിന്നും എങ്ങനെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മളിനി അടുത്ത സെക്ഷൻ പഠിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% കാർബൺ ആൻഡ് 71.65% ക്ലോറിൻ. ദി മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഈസ് 98.96 gram. Then find out the empirical and molecular formula of compounds. അപ്പോൾ നമുക്കിവിടെ അതൊരു ടേബിൾ ഉപയോഗിച്ച് ചെയ്യാം. ഇങ്ങനെ ടേബിൾ വരയ്ക്കുക, തന്നിരിക്കുന്ന എലമെൻറ്റ്സ് എഴുതുക, അതിൻ്റെ പെർസെൻറ്റേജ് എഴുതുക. ഇനി അറ്റോമിക് മാസ് അടുത്ത കോളത്തിൽ, ദെൻ നമ്പർ ഓഫ് മോൾസ്, സിംപ്ലസ്റ്റ് റേഷ്യോ, അങ്ങനെ 5 കോളംസ് ആയിട്ട് തിരിക്കുക. കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എലമെൻറ്റ്സ്, പെർസെൻറ്റേജ്, അറ്റോമിക് മാസ്, നമ്പർ ഓഫ് മോൾസ്, സിംപ്ലസ്റ്റ് റേഷ്യോ. ഇനി തന്നിരിക്കുന്ന എലമെൻറ്റ്സ് എഴുതുക. ഹൈഡ്രജൻ, കാർബൺ, ക്ലോറിൻ. അതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 4.07, കാർബൺ 24.27, ക്ലോറിൻ 71.65. ഇനി നമ്മളിവിടെ മാസ് പെർസെൻറ്റേജ് തരുന്നതുകൊണ്ട് തന്നെ ടോട്ടൽ എമൗണ്ട് 100 ആണെങ്കിൽ, 100 ഗ്രാമാണ് ടോട്ടൽ എമൗണ്ട് എങ്കിൽ ഇത് ഓരോന്നിൻ്റെയും എമൗണ്ട് എത്രയാണ്? ഇത് പെർസെൻറ്റേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 100 ആണെങ്കിൽ ഓരോന്നിൻ്റെയും എമൗണ്ട് എത്രയായിരിക്കും? 4.07% എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഈസ് ഓൾസോ 4.07. അപ്പം അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ മാസ് 4.07 ആണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ എമൗണ്ട് 100 എന്ന് എടുക്കുന്നു. പെർസെൻറ്റേജിലായതുകൊണ്ട് ഇനീഷ്യൽ എമൗണ്ട് 100 ആണ്. സോ മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 4.07, carbon is 24.27 and chlorine is 71.65. Atomic mass ഓരോന്നിൻ്റെതും, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1, കാർബൺ 12, ക്ലോറിൻ 35.5. ഇനി നമ്പർ ഓഫ് മോൾസ് കാണുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എങ്ങനെയാണ് ഗിവൺ മാസിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കാണുക? ഗിവൺ മാസ് ബൈ
അറ്റോമിക് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ്. ഇവിടെ അറ്റോമിക് മാസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഗിവൺ മാസിനെ അറ്റോമിക് മാസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് അതിൻ്റെ ഫോർമുല റേഷ്യോ ആണ് വേണ്ടത്. ഓരോ എലമെൻറ്റും എത്ര അനുപാതത്തിൽ കമ്പൈൻ ചെയ്തു എന്നുള്ളതാണ് കണ്ടുപിടിക്കും. നമ്പർ ഓഫ് മോൾസ് കാണാൻ പെർസെൻറ്റേജ് ഈസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അപ്പോൾ എന്താണ് 4.07 ഡിവൈഡ് ബൈ 1. അതുപോലെ കാർബണിൻ്റെത് 24.27 ഡിവൈഡ് ബൈ 12. ഇതിനെ 1 ഡിവൈഡ് ചെയ്താൽ 4.07 തന്നെ വരും. 24.27 ബൈ 12 ഈസ് 2.02. ദെൻ 71.65 ഡിവൈഡഡ് ബൈ 35.5. അതാണ് ക്ലോറിൻ്റെ നമ്പർ ഓഫ് മോൾസ്. എന്ത് വരും? 2.01. ഇത് രണ്ടും ഏതാണ് 2 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ ലാസ്റ്റ് അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോയിലേക്ക് മാറ്റിയാൽ മതി. ഇനി നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതിന് ഈ എലമെൻറ്റ്സ് ഏത് അനുപാതത്തിൽ കമ്പൈൻ ചെയ്തെന്നാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കണം, സിംപ്ലസ്റ്റ് റേഷ്യോ, ഈ നമ്പർ ഓഫ് മോൾസിൻ്റെ ഏറ്റവും ചെറിയ റേഷ്യോ. അത് കണ്ടുപിടിക്കാൻ ഈച്ച് ഓഫ് ദി നമ്പർ ഓഫ് മോൾസ് ആർ ഡിവൈഡഡ് ബൈ സ്മോളസ്റ്റ് എമംഗ് ദം. ഈ നമ്പർ ഓഫ് മോൾസിൽ ഏറ്റവും ചെറുതുകൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ, നമുക്കതിന് ഏറ്റവും ചെറിയ റേഷ്യോ കിട്ടും അല്ലേ. ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? 2.01. അപ്പോൾ ഈ 2.01 കൊണ്ട് എല്ലാ നമ്പർ ഓഫ് മോൾസിനെയും ഡിവൈഡ് ചെയ്യാം. അതാണ് സിംപ്ലസ്റ്റ് റേഷ്യോ. 4.07 ഡിവൈഡഡ് ബൈ 2.01 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.02. ഇനി നമുക്ക് ഈ സിംപ്ലസ്റ്റ് റേഷ്യോ ഹോൾ നമ്പേഴ്സിലായിരിക്കണം, കാരണം നമുക്ക് ഫോർമുലയാണ് എഴുതേണ്ടത്. അപ്പോൾ ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ 2.02 ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 2, അപ്രോക്സിമേറ്റ്ലി 2 ആണ്. അപ്പോൾ 2 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തേത് 2.02 നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, അതിനെയും എന്താണ് 2.01 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1.004 ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. ദെൻ ലാസ്റ്റ് 2.01നെയും എല്ലാ നമ്പേഴ്സിനെയും ഏറ്റവും സ്മോളസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടുക. സോ 2.01 ഡിവൈഡ് ബൈ 2.01 ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് റേഷ്യോ. ഓക്കെ, സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടിയത് മനസ്സിലായില്ലേ? ഇനി ഈ സിംപ്ലസ്റ്റ് റേഷ്യോ ഓരോ എലമെൻറ്റിൻ്റെയും ഏറ്റവും ചെറിയ അനുപാതം കിട്ടി. അതാണ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എഴുതാൻ എലമെൻറ്റ്സിൻ്റെ സിമ്പിൾ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ എപ്പോഴും മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്ന രീതിയിലാണ് എഴുതുക. ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ളത് ഫസ്റ്റും ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ലാസ്റ്റും എന്ന രീതിയിലാണ് സാധാരണ എഴുതുക. അപ്പോൾ എന്താണ്, ഇവിടെ കാർബൺ ഫസ്റ്റ് എഴുതി, ദെൻ ഹൈഡ്രജൻ, ക്ലോറിൻ. കാർബൺ എത്രയുണ്ട്? സിംപ്ലസ്റ്റ് റേഷ്യോ 1 ആണ്. ഹൈഡ്രജൻ 2, ക്ലോറിൻ 1. അപ്പോൾ എന്താണ് എംപിരിക്കൽ ഫോർമുല? CH2Cl. ഓരോ എലമെൻറ്റിൻ്റെ സിമ്പിൾ എഴുതുക, അതിന് താഴെ അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ കൊടുക്കുക, CH2Cl. ഇനിയിപ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടി, സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടി, കാർബണും ഹൈഡ്രജനും ക്ലോറിനും ഏത് റേഷ്യോയിലാണെന്നുള്ളത്. ഇനി നമുക്ക് അതിൽ നിന്ന് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം. അതിനുള്ള റിലേഷൻ മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N. റിലേഷൻ ഇതാണ്, മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N. N എന്താണ്? ഇവിടെ നമുക്ക് N എന്ന് പറയുന്ന ഒരു ഇൻറ്റഗ്രൽ നമ്പറാണ്. ചിലപ്പോൾ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തുല്യമാവും. എപ്പോഴാണ്? N ഈക്വൽ ടു 1 ആണെങ്കിൽ മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല. അപ്പോൾ N എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ നമ്പേഴ്സാണ്. അത് കണ്ടുപിടിക്കുന്നത് N ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. N ഈക്വൽ ടു മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 98.96. ഇനി എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കിട്ടും? നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടി, അതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനകത്തുള്ള ഓരോ എലമെൻറ്റ്സിൻ്റെയും മാസ് ആഡ് ചെയ്തെടുക്കുന്നതാണ് എംപിരിക്കൽ ഫോർമുല മാസ്. കാർബണിന് 12, ഹൈഡ്രജൻ 2, 2 ഹൈഡ്രജൻ എടുപ്പോൾ 2 പ്ലസ് 35.5, 49.5 ആണ് എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ N കണ്ടുപിടിക്കുക. മോളാർ മാസ് ഇസ് 98.96 ഡിവൈഡഡ് ബൈ 49.5 ഈക്വൽ ടു 2 വരും. ദാറ്റ് ഈസ് N. അപ്പോൾ എന്താണ് മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N. എംപിരിക്കൽ ഫോർമുല CH2Cl ഇൻറ്റു N 2 ആണ്. അതിന് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തുവരും? ഓരോ എലമെൻറ്റിൻ്റെയും നമ്പറിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ കാർബൺ ഇവിടെ 1 ആണുള്ളത്, അത് 2 വരുമ്പോൾ C2H4Cl2. ദാറ്റ് ഈസ് ദി മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ നിന്നും ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക. ജസ്റ്റ് ഒന്നുകൂടി പറയാം. എലമെൻറ്റ്സ് എഴുതുക, അതിൻ്റെ പെർസെൻറ്റേജ് എഴുതുക. പെർസെൻറ്റേജിനെ ടോട്ടൽ എമൗണ്ട് 100 ആയിട്ട് എടുത്താൽ പെർസെൻറ്റേജ് എമൗണ്ട് തന്നെയാണ്.
ഇനി അറ്റോമിക് മാസ് എടുക്കുക, ഓരോ എലമെൻറ്റേയും അറ്റോമിക് മാസ് എഴുതുക, നമ്പർ ഓഫ് മോൾസ് കാണുക. ഈ നമ്പർ ഓഫ് മോൾസ് കാണുമ്പോൾ എപ്പോഴും അറ്റോമിക് മാസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. കാരണം എത്ര ആറ്റംസ്, ഓരോ ആറ്റത്തിൻ്റെയും ഏത് റേഷ്യോ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി സിംപ്ലസ്റ്റ് റേഷ്യോ എങ്ങനെ കാണുക? നമ്പർ ഓഫ് മോൾസിലെ ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് എല്ലാ നമ്പർ ഓഫ് മോൾസിനെയും ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഹോൾ നമ്പേഴ്സ് ആക്കി ചേഞ്ച് ചെയ്യിക്കുക. ദാറ്റ് ഈസ് സിംപ്ലസ്റ്റ് റേഷ്യോ. ഈ സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടിയാൽ എംപിരിക്കൽ ഫോർമുല എഴുതാം അതിൽ നിന്നും. ദെൻ മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എൻ, where n is molar mass by empirical formula mass. എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കിട്ടുക? എംപിരിക്കൽ ഫോർമുലയിലുള്ള ആറ്റത്തിൻ്റെ മാസ് ആഡ് ചെയ്യുക, ദെൻ n കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു n. ഇനി ചിലപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന സിംപ്ലസ്റ്റ് റേഷ്യോയിൽ ഇപ്പോൾ 1.5 ആണ് ഇവിടെ വരുന്നതെങ്കിലോ അതിനെ നമുക്ക് എങ്ങനെ റൗണ്ട് ചെയ്യാം? ഹോൾ നമ്പേഴ്സ് ആക്കണം, എന്നാലേ റേഷ്യോ എഴുതാൻ പറ്റും. അപ്പോൾ 1.5 ആണെങ്കിൽ അതിനെ നമുക്ക് 1 എന്നോ 2 എന്നോ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിനെ സ്യൂട്ടബിൾ നമ്പേഴ്സ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഹോൾ നമ്പേഴ്സ് ആക്കണം. അപ്പോൾ ഇതിനെ മാത്രം, ഇതിപ്പോൾ 1.5 ആണെങ്കിൽ ഇതിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ഈ മൂന്നിനെയും നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മൂന്നിനെയും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ചിലപ്പോൾ മോളിക്കുലാർ മാസിന് പകരം വേപ്പർ ഡെൻസിറ്റി തരാം. അപ്പോൾ മോളിക്കുലാർ മാസ് പറഞ്ഞാൽ വേപ്പർ ഡെൻസിറ്റി ഇൻറ്റു 2 ആണ് മോളിക്കുലാർ മാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്പർ ഓഫ് മോൾസ് പഠിച്ചു. നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോൾ കൺസെപ്റ്റ്, അത് മോളാർ മാസ് എന്താണ്, മോളാർ വോളിയം എന്താണ്, അതുപോലെ ഹൗ മോൾ ഈസ് റിലേറ്റഡ് ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, മാസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് വോളിയം ഓഫ് ഗ്യാസ്. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായി പഠിച്ചു. അത് ഉപയോഗിച്ചുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസ് പഠിച്ചു. ദെൻ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആൻഡ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല, കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലാർ ഫോർമുല. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നന്നായി പഠിക്കാം. ഇനി കുറച്ച് ഹോംവർക്ക്സ് തരുന്നുണ്ട്, അത് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.